ഹലോ ഗൈസ്, നഴ്സിംഗ് ജീവിതത്തിലെ അന്യം നിന്ന് പോകാത്തൊരു കലാരൂപമായ ക്ലിനിക്കൽ പോസ്റ്റിംഗ് അത് തന്നെ സംഭവം. നമ്മളിപ്പോൾ 4th ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തൽക്കാലം OBG പോസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ്. കാരണം 3rd ഇയറിലെ കമ്മ്യൂണിറ്റി അത് അങ്ങനെ ബോധിച്ചു പോയായിരുന്നു. എനിക്ക് അടുക്കും ചിട്ടി അധികം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ച് യൂണിഫൈൻ ചെയ്ത് തുടങ്ങാവുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മടി തീരെയില്ലാത്ത കൂട്ടത്തിലായിട്ട് ഇവിടെ നമ്മൾ ലേശോടെ യൂസ് ചെയ്യും. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ട് ഇടുന്നുണ്ട്, കോട്ട് അയൺ ചെയ്തിട്ട് ഈ പുറത്തേക്ക് കാണുന്ന കോളറിന്റെ പോഷൻ മാത്രമേ നമ്മൾ ഷർട്ട് അയൺ ചെയ്യത്തുള്ളൂ. പിന്നെ പാന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ അയൺ ചെയ്തത് ലാംബ്ലേറ്റിംഗ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലാംബ്ലേറ്റിംഗ് എന്താണെന്ന് ഈ സംഭവം നഴ്സിംഗ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയില്ല. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലാംബ്ലേറ്റിംഗിന്റെ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടു. പിന്നെ ഈ പോസ്റ്റിംഗ് ഇടയിൽ തീരെ ഇഷ്ടത്തെ കാര്യമാണ് മുടി ഇങ്ങനെ വലിച്ച് കെട്ടി വെക്കാന്ന് പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മുടിയാണ് തീരെ അനുസരണയില്ല, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. എന്തൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നിവൃത്തി തീരെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ വാരി കെട്ടി ചുറ്റി ഒതുക്കി വെക്കണം. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയും ചെയ്ത് നമുക്കൊന്ന് മനുഷ്യ കോലത്തിലേക്ക് എത്താം. ക്ലാസ് ആണ് പിന്നെ ഞാൻ സഹിക്കും, പക്ഷെ പോസ്റ്റിംഗ് അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഇത് കഴിഞ്ഞ് നീ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കാനും കയറാലോ, ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒന്നാമത് എനിക്ക് പോസ്റ്റിംഗ് തീരെ താല്പര്യമില്ല. അതിൻ്റെ ഒപ്പം ഇന്ന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയും കൂടെ. ആഫ്റ്റർനൂൺ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് ഈ കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നത്. സംഘടിച്ചിരിക്കാൻ തീരെ സമയത്താണ് ഞാൻ വേഗം പോയി ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിറങ്ങിയപ്പോഴാണ് വീണ്ടും വിഷമം. ഈ വിഷമം വരെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചൊരു മുട്ടായി തിന്നാവുന്നു. മുട്ടായി തിന്നാൻ ഓരോരോ കാരണങ്ങൾ വേണമല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട ഉറക്കാൻ മടിയുണ്ട്, മഴ നനഞ്ഞു പോയൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ മടി ഇവിടെ പോയില്ല. സംഭവം ഉച്ചയ്ക്ക് വെയിലടിച്ചപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് കുട ഉറങ്ങും. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ എന്നെ സ്ഥലത്തെത്തി. പക്ഷെ ഇന്നത്തെ ആകെപ്പാടുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മണി വരെയുള്ള പോസ്റ്റിംഗ്, 5 മണി വരെ ഇല്ല. ആൻഡ് ഇന്നത്തെ എന്റെ പോസ്റ്റിംഗ് LT-ലായിരുന്നു. സംഭവം 4 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നേ ഒരു ദിവസം വരെ ഞാൻ ഒരു ഡെലിവറി പോലും കണ്ടിട്ടില്ല. ഇന്ന് എന്നപ്പോഴാണെങ്കിൽ കൃത്യം ജസ്റ്റ് മിസ്സായിരുന്നു. പിന്നെ കുട്ടീനെ അമ്മേനെയും കണ്ടു. അങ്ങനെ ഇന്നേ ഒരു ദിവസം വരെ നേരിട്ട് ഒരു ഡെലിവറി പോലും കാണാൻ പറ്റുന്ന വിഷമം ഞാൻ ഉള്ളിൽ വെക്കി നേരെ വീട്ടിലോട്ട്. പക്ഷെ ഇന്ന് പോകുന്നത് ഞാൻ മനസ്സിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ്. സംഭവം ഞാൻ പറഞ്ഞു ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് നോട്ട് വിട്ട് വെച്ചിട്ടാണ് ഈ ബുൾബുൾ സാധനം. പക്ഷെ അന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഈ സാധനം ചെയ്ത സമയത്ത് വഴി കൂടെ പോകുന്ന ആരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേടി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സോ ഇന്ന് തക്കം കിട്ടിയപ്പോൾ അടുത്ത ആരെങ്കിലും ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഈ ബുൾബുൾ സാധനത്തിൽ ബുൾബുൾ ആക്കി. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഉള്ളിൽ കയറി കൂടി ആഗ്രഹം സഫലമാക്കി സന്തോഷിച്ച് ഞാൻ നേരെ ചാടത്തുള്ള വീട്ടിലേക്ക്. സംഭവം ഇന്നേ ദിവസം വരെ എന്റെ സ്വന്തം മുടി കേളിയാണോ വേവിയാണോ തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. സംഭവം ഭയങ്കര ഫ്രസ്സിയാണ്. അതുകൊണ്ടൊന്ന് തൊട്ടാൽ തന്നെ അപ്പം തന്നെ കെട്ട് വീഴും. എന്റെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഒരു കുളിയും ബസ്സാക്കാം. എന്നിട്ട് എന്താണ് ഇവരുടെ 4 മണിയല്ലേ ചായ കുടിക്കണ്ടേ. സംഭവം 5 മണിയുള്ള പോസ്റ്റിംഗ് തീരെ പറ്റാത്തൊരു കാര്യം എന്ന് പറയാൻ ബ്രേക്ക് ഇല്ലാത്തായിരുന്നു. സംഭവം എന്ന് പറയുന്നത് 4 മണി 5 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചായ പിടിച്ചില്ലേ കൈവറക്കാൻ കുറച്ച് ടീംസ് ഉണ്ട് എന്നെ പോലെ. അങ്ങനെയുള്ളവർക്ക് ഇതിലേശം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഇത് പോരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ചായക്ക് എന്തെങ്കിലും കടി കൂടെ വാങ്ങിക്കാൻ. സോ ഞാനാണെങ്കിൽ ബദനക്കിഴങ്ങിന്റെ ബജിയും പിന്നെ നമ്മുടെ പഴംപരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കൊണ്ട് വീട്ടിലായ സമയത്തും കോളേജിൽ വെക്കേഷൻ കിട്ടുന്ന സമയത്തും വീട്ടിൽ പോകുമ്പോൾ മാത്രമേ ഇടാൻ ചായന്റെ കടി കഴിക്കാൻ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ വഷളാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തോന്നുന്നു. എന്റെ കോളേജ് വിട്ട് വരുന്ന വഴിക്ക് 2 കടകളുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് വാങ്ങിക്കാതിരിക്കാൻ എന്റെ മനസ്സ് തീരെ അനുവദിക്കില്ല. അപ്പൊ എന്താ ചെയ്യുക, അങ്ങോട്ട് വാങ്ങുക. അപ്പൊ ഇതും തന്ന് ചായ കൂടെ കുടിച്ചാൽ ഇന്നത്തെ കലാപരി എടുക്കണം അവസാനിക്കും. ഇനി നേരെ പോയിട്ട് കിടക്കണം. അപ്പൊ അത്ര തന്നെ. ബൈ.